ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ 31 2023 അവസാനത്തെ ഒലി ബോർഡിന്റെ ലൈവ് മോക്കിലെ 25 മാത്സ് ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. AB ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ 66 മിനിറ്റ്സ് എടുക്കും. അതുപോലെ തന്നെ BC ആണെങ്കിൽ 44 മിനിറ്റ്സ് എടുക്കും. AC ആണെങ്കിൽ 88 എടുക്കും. സോ നമുക്ക് അവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവരുടെ LCM എടുക്കും. അതായത് 11 ആണ്. അപ്പോൾ 11 മൾട്ടിപ്ലൈഡ് വിത്ത് 6 4 8 വരും. 6ന്റെ 4ന്റെ 8ന്റെയും കൂടെ LCM എന്ന് പറയുന്നത് 6 12 6 24 വരും അല്ലേ. സോ 11 മൾട്ടിപ്ലൈഡ് വിത്ത് 24 എന്ന് പറയുന്നതായിരിക്കും അവരുടെ ടോട്ടൽ വർക്ക്. സോ നമുക്ക് ABയുടെ എഫിഷ്യൻസി എത്ര കിട്ടും? 4 കിട്ടും. അതുപോലെ തന്നെ BCയുടെ എഫിഷ്യൻസി ആണെങ്കിൽ 6 കിട്ടും. ACയുടെ എഫിഷ്യൻസി ആണെങ്കിൽ 3 എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ABC 2ABC എന്ന് പറയുന്ന എഫിഷ്യൻസി എത്രയായിരിക്കും? 13 ആയിരിക്കും. ഇംപ്ലൈസ് ABCയുടെ എഫിഷ്യൻസി 13/2 ആയിരിക്കും. സോ നമുക്ക് ആദ്യമേ Aയുടെ എഫിഷ്യൻസി നോട്ട് ചെയ്യാം. Aയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് BC 6 ആണെങ്കിൽ 1/2 വരും. Bയുടെ എഫിഷ്യൻസി ആണെങ്കിൽ 7/2 വരും. Cയുടെ എഫിഷ്യൻസി ആണെങ്കിൽ 5/2 വരും. സോ നമുക്ക് എഫിഷ്യൻസി കിട്ടി. ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട് പാർട്ട് ഓഫ് ദ ടാസ്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ A, B ആൻഡ് C ടുഗദർ ഇൻ 22 മിനിറ്റ്സ് ആണ്. സോ 22 മിനിറ്റ്സിൽ എത്ര വർക്ക് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്? വർക്ക് എന്ന് പറയുന്നത് 22 മൾട്ടിപ്ലൈഡ് വിത്ത് 13/2 ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? സോ 13 into 11 ഇത്ര യൂണിറ്റ് വർക്ക് ആയിരിക്കും 22 മിനിറ്റ്സിൽ. അപ്പോൾ ഇത്രയും യൂണിറ്റ് ഓഫ് വർക്ക് 13/11 വർക്ക് എയും ബി സിയും കൂടെ ചെയ്യാൻ വേണ്ടി എത്ര പാർട്ട് ഓഫ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടോട്ടൽ 11 മൾട്ടിപ്ലൈഡ് വിത്ത് 24 വരും. സോ 13/24 പാർട്ട് ഓഫ് വർക്ക് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ടാപ്പ് A and B can fill a large tank in 4 hours 9 hours. So A എടുക്കുന്നത് 4 hours ആണ്. B എടുക്കുന്നത് 9 hours ആണ്. ടാപ്പ് A ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം 40 മിനിറ്റ്സ് കഴിഞ്ഞ് ഓഫ് ചെയ്യുന്നു. ടാപ്പ് B ഓപ്പൺ ചെയ്യുന്നത് 2 hours എങ്കിൽ റിമൈനിങ് എംറ്റി ആയിട്ടുള്ള ടാങ്കിന്റെ വോളിയത്തിന്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവയുടെ LCM ടോട്ടൽ വർക്ക് എടുക്കാം 36 ആയിരിക്കും. സോ Aയുടെ എഫിഷ്യൻസി 9 എന്ന് കിട്ടും. Bയുടെ എഫിഷ്യൻസി ആണ് 4 എന്ന് കിട്ടും. സോ നമുക്കിവിടെ സമയം ഒന്ന് ആദ്യത്തെ 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ നമുക്ക് എഫിഷ്യൻസി 9 ആണ്, 9 അവറിലാണ് കൊടുത്തിരിക്കുന്നത്. സോ 9 അവർ ആണ്. 40 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 40/60 ആണ്. അതായത് 9 into 2/3 വരും. അതായത് 18/3 അല്ലെങ്കിൽ 6 വരും. സോ അത്രയാണ് 9 അവരുടെ എഫിഷ്യൻസി ആണ്. അത്രയും സമയമാണ് വർക്ക് ചെയ്യുന്നത് 6. സോ ഇത്രയും വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എയുടെ കേസിൽ. ഇനി ബിയുടെ കേസ് എടുക്കുവാണെങ്കിലോ 2 hour 2 into 4 is equal to 8 അല്ലെ. സോ 8 + 4 എത്ര? 6 + 8 എത്ര വരും? 14 വരും. സോ ബാലൻസ് എന്ന് പറയുന്നത് റിമൈനിങ് തന്നെ എടുക്കാം. റിമൈനിങ് 6 8 ഇത് രണ്ടും 14 ആണ്. 14 എന്ന് പറയുന്നത് ഫുൾ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എംറ്റി ആണ്. അത് എത്രയാണ്? 22. എത്രയില്? 36. സോ 22 ഡിവൈഡ് ബൈ 36 into 100 എന്ന് പറയും. അതല്ലെന്നുണ്ടെങ്കിൽ 11 100/218 വരും. അതല്ലെന്നുണ്ടെങ്കിൽ 50/9 വരും. അതായത് 550/9 വരും. അതായത് 6 അല്ലെ 6 വരും. 6 9s 54 വരും. അപ്പോൾ 61.11% ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ജാർ കണ്ടെയ്ൻസ് 50 ലിറ്റർ ഓഫ് വാട്ടർ. 5 ലിറ്റർ ഓഫ് വാട്ടർ ഇസ് ടേക്കൺ. സോ വാട്ടറിന്റെ റേഷ്യോ കഴിഞ്ഞു, മിൽക്കിന്റെ റേഷ്യോ. സോ 50 ലിറ്റർ ഓഫ് വാട്ടർ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ 5 ലിറ്റർ വാട്ടർ ടേക്കൺ ചെയ്ത ബാലൻസ് 55 ഉണ്ടായിരിക്കും വാട്ടർ. മിൽക്ക് ആണെങ്കിൽ എത്രയും 5 ലിറ്റർ അത് റീപ്ലേസ് ചെയ്യണം സെയിം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. അപ്പോൾ 5 ലിറ്റർ എന്ത് തന്നെയാണ്? മിൽക്ക് തന്നെയാണ്. നെക്സ്റ്റ് ഈ മിക്സ്ചറിന്റെ 20 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ റേഷ്യോ 9:1 ആയല്ലോ. സോ 20 ലിറ്ററിൽ 10 വരും. സോ 18. സോ ഇതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? -18 വാട്ടർ റിമൂവ് ചെയ്യുന്നു. ഇതിൽ നിന്ന് -2 ആയിട്ട് മിൽക്ക് റിമൂവ് ചെയ്യുന്നു. സോ ബാലൻസ് എന്ന് പറയുന്നത് 27 വരും. 27 വരും. ഇവിടെ 3 വരും. പിന്നെ പറഞ്ഞിരിക്കുന്നത് സെയിം എമൗണ്ട് ഓഫ് എന്താണ്? ലിക്വിഡ് എക്സ് ആഡ് ചെയ്യുന്നു. സെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 20 ആണ്. സോ റേഷ്യോ എന്ന് പറയുന്നത് 27:3:20. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. തന്നിരിക്കുന്ന 3 എണ്ണം അതേ റേഷ്യോ തന്നെയാണ്. അത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റേഷ്യോ വാട്ടർ ഈസ് ടു ലിക്വിഡ് എക്സ് ഈസ് ടു മിൽക്ക് എന്നതാണ്. സോ വാട്ടറിന്റെ റേഷ്യോ 27,
എക്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ മിൽക്കിന്റെ റേഷ്യോ 3 ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നമുക്ക് കിട്ടിയ 27:3:20 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് മാത്രം ആൻസർ മാർക്ക് ചെയ്യുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന ആദ്യത്തേത് നമ്മളൊരു കോഡ് സ്ക്വയർ എ കോമൺ എടുത്താൽ 1 പ്ലസ് കോഡ് സ്ക്വയർ എ മൾട്ടിപ്ലൈഡ് വിത്ത് സൈൻ സ്ക്വയർ is equal to 3 എന്ന് വരും. സോ നമുക്കറിയാം 1 പ്ലസ് കോഡ് സ്ക്വയർ is equal to cosec സ്ക്വയർ എ ആണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ ഐ സീക് സ്ക്വയർ എ ആണെങ്കിൽ 1 പ്ലസ് കോഡ് സ്ക്വയർ എ എന്ന് പറയുന്നത് cosec സ്ക്വയർ. ഇത് കോഡ് സ്ക്വയർ എ ആണ്. കോഡ് സ്ക്വയർ സൈൻ സ്ക്വയർ is equal to 3. സോ ഇതെന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ ബൈ സൈൻ സ്ക്വയർ എ ആണ്. 1 ബൈ സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നതാണ് cosec സ്ക്വയർ എ. മേളിലും എന്ത് തന്നെ വരും? സൈൻ സ്ക്വയർ എ വരും. സോ ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോഡ് സ്ക്വയർ എ എന്ന് പറയുന്നത് 3 ആണ് കിട്ടും. അല്ലെങ്കിൽ കോഡ് സ്ക്വയർ എ എന്ന് പറയുന്നത് 3 ആണ് കിട്ടും. സോ കോട്ട് എ എന്ന് പറയുന്നത് √3 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് ടാൻ എന്ന് പറയുന്നത് 1/√3. അപ്പം 30 ഡിഗ്രി ആയിരിക്കും എയുടെ വാല്യൂ. നമ്മൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ 3/4 വരും. പ്ലസ് ഇതിന്റെ സ്ക്വയറിൽ അപ്പോൾ 9/16 വരും. പ്ലസ് 1 വരും. 4 വരും. 12 21/16 പ്ലസ് 1 വരും. അതായത് 37/16 വരും. ഓപ്ഷൻ ഏതാണ്? എ ആണ് കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ റേഷ്യോ കണ്ടുപിടിക്കുക. റേഷ്യോ സ്റ്റുഡൻസ് ബിലോ ഓർ ഈക്വൽ ടു 15 ഇയേഴ്സ് ടു സ്റ്റുഡൻസ് ഓഫ് എബോവ് 15 ഇയേഴ്സ്. സോ ബിലോ ഓർ ഈക്വൽ ടു 15 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ. സോ എത്ര വരും? 30, 48. സോ 48 ഈസ് ടു എബോവ് 15 എന്ന് പറയുമ്പോൾ 24, 34, 36. സോ നമ്മൾ 12 വെച്ച് ഡിവൈഡ് ചെയ്ത് 4:3 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഡിഫറൻസ് ബിറ്റ്വീൻ HCF ആൻഡ് LCM. സോ LCM അതുപോലെ തന്നെ HCF തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 747. 1 നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ലെസ് ദാൻ അതർ നമ്പർ. സോ നമ്മൾ ലാർജർ നമ്പറിനെ നമ്മൾ x എന്ന് എടുക്കുന്നു, മറ്റത് y എന്ന് എടുക്കുന്നു. സോ x മൈനസ് y എന്ന് പറയുന്നത് 45 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ x/12 എന്ന് പറയുന്നത് HCF ആണെന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സോ നമ്മൾ LCM ആൻഡ് HCF പഠിക്കുമ്പോൾ ഒരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. LCM മൾട്ടിപ്ലൈഡ് വിത്ത് HCF എന്ന് പറയുന്നതായിരിക്കും പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇവിടെ അതെന്താണ്? പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആണ്. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. LCM എന്ന് പറയുന്നത് LCM HCF. സോ നമുക്ക് HCF എന്ന് പറഞ്ഞാൽ x/12 ആണ്. അതുപോലെ LCM നമ്മൾ എടുത്താൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് LCM എന്ന് പറയുന്നത് 747 പ്ലസ് HCF ആണല്ലോ. ഈസ് ഈക്വൽ ടു 747 പ്ലസ് x/12 ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇത് എത്ര വരും? 747 പ്ലസ് x/12 വരും. ഇംപ്ലൈസ് is equal to എന്ത് വരും? x ആണ്. y യുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? x മൈനസ് 45 എന്ന് കൊടുക്കാം. അല്ല, ഫുൾ എക്സിന്റെ ടേംസിലോട്ട് മാറി. നമുക്ക് എക്സും എക്സും ക്യാൻസൽ ചെയ്യാം. സോ 747 പ്ലസ് x/12 ബൈ 144 ഈസ് ഈക്വൽ ടു x മൈനസ് 45 വരും. സോ ഇതിന് ഈ സൈഡിലോട്ട് നെഗറ്റീവ് ആണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ 747/12 പ്ലസ് 45 എന്ന് പറയുന്നത് 143 x/144 ആയിരിക്കും. ഓക്കെ. സോ ഇത് നോക്കുക. 747ന്റെ കൂടെ പ്ലസ് 45 മൾട്ടിപ്ലൈഡ് വിത്ത് 12. 45 മൾട്ടിപ്ലൈ 450 19 വരും. 100 വരുമ്പോൾ 5, അപ്പോൾ 540 വരും. സോ 7 വരും, 8 വരും, 1287. സോ 1287 ഡിവൈഡ് ബൈ 12 വരും. 1287 ഡിവൈഡ് ബൈ 12 എന്ന് പറയുന്നത് 143 x/144. ഇതും ക്യാൻസൽ ആകുമ്പോൾ 12 വരും. സോ അവിടുന്ന് നമുക്ക് x എന്ത് കിട്ടും? 1287 മൾട്ടിപ്ലൈഡ് വിത്ത് 12 ബൈ 143 വരും. ഇനി ഇതിനെ സിംപ്ലിഫൈ നിൽക്കാം. ഇത് നമുക്ക് 4 3s 12 വരും. 3 അല്ല, പിന്നെ അടുത്ത സംഖ്യ ഏതാണ്? സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. 9. ഓക്കെ. അപ്പം 9 മൾട്ടിപ്ലൈഡ് 143 ആണ് 1287. സോ x എന്ന് പറഞ്ഞാൽ 108 കിട്ടും. സോ y എന്ന് പറയുന്നത് എന്തായിരിക്കും? x അല്ല നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കുന്ന സ്മോളർ നമ്പർ ആണ്. x നമ്മൾ ലാർജർ നമ്പർ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് 108 മൈനസ് 45 ആയിരിക്കും. ഈസ് ഈക്വൽ ടു 63 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്.
രണ്ട് റേസേഴ്സ് ഉണ്ട്. അവർ 120 മീറ്റർ പെർ മിനിറ്റിലും 140 മീറ്റർ പെർ മിനിറ്റിലും സ്പീഡിൽ റൺ ചെയ്യുന്നു. സെക്കൻഡ് റേസർ ടേക്സ് 10 മിനിറ്റ്സ് ലെസ് ദാൻ ഫസ്റ്റ് ടു കംപ്ലീറ്റ് റൺ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ്, അതായത് അവരുടെ ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, എത്ര റേസിൻ്റെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ആൻസർ കിലോമീറ്ററിലാണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് ഒക്കെ ശ്രദ്ധിച്ചോണം. നമുക്ക് മീറ്റർ പെർ മിനിറ്റും ഒക്കെയാണ് തന്നിരിക്കുന്നത്. സോ അതെപ്പോഴും നമ്മൾ കൺവേർട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ആ സ്റ്റേജിൽ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആദ്യമേ ചെയ്ത് തന്നെ പോകണം, അല്ലെങ്കിൽ അവസാനം കിട്ടുന്ന ആൻസറിനെ കൺവേർട്ട് ചെയ്താലും മതി. സോ ഡിഫറൻസ് 10 മിനിറ്റ്സ് ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ സോ നമുക്ക് ഡിസ്റ്റൻസ് അറിയത്തില്ല. സ്പീഡ് എന്ന് പറയുന്നത് 120 തന്നെ എടുത്തു. -1d/140 ഈസ് ഈക്വൽ ടു 10 മിനിറ്റ്സ് ആണ്. അതായത് 20d/120 മൾട്ടിപ്ലൈഡ് വിത്ത് 140 എന്ന് പറയുന്നത് 10. സോ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 2, 6. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 മൾട്ടിപ്ലൈഡ് വിത്ത് 140. പക്ഷേ ഇതെന്ന് പറയുന്നത് മീറ്റർ ആണ്. സോ മീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം? കിലോമീറ്ററിലോട്ട് ആക്കണമെങ്കിൽ 1000 വെച്ച് ഡിവൈഡ് ചെയ്യും. രണ്ട് ക്യാൻസലായി. സോ എത്ര വരും? 8.4 കിലോമീറ്റർ വരും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ജോമെട്രി ക്വസ്റ്റ്യൻ. W എന്ന് പറയുന്നത് സെന്റർ ഓഫ് എ സർക്കിൾ ആണ്. കോഡ് ST ഉണ്ട്, കോഡാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ് UVയിലോട്ട്. UV എന്ന് പറയുന്നത് എന്താണ്? ഒരു ടാൻജന്റ് ആണ്, സർക്കിളിന്റെ ഒരു ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒരു പോയിന്റിൽ മാത്രം മീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ST എന്നൊരു കോഡ് വരയ്ക്കാം. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ST എന്ന് പറയുന്നൊരു കോഡ്. അപ്പം UVയിലോട്ട് ST എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറയുമ്പോൾ S ഇവിടെ വരും, T ഇവിടെ വരും, U ആണ്. അപ്പോൾ UV എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് ആണ്. സോ ടാൻജന്റ് നമുക്ക് 1 പോയിന്റ് മീറ്റ് ചെയ്യുന്ന ഇങ്ങനെ വരയ്ക്കും. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? UV, ടാൻജന്റ് ആണ്. നെക്സ്റ്റ് VUT എന്ന് പറയുന്നത് 46 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ UVT ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? ഈ ഒരു ആംഗിൾ 28 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന WSV കണ്ടുപിടിക്കാനാണ്. സോ ഇത് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ. WS കണ്ടുപിടിക്കണം. സോ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വരണം എന്നൊന്നുമില്ല. സോ ഓക്കെ നമുക്ക് ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു WSV, ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ചെറിയ ആംഗിൾ. ഓക്കെ, നമുക്ക് ആ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. അപ്പോൾ ഇത് 28 തന്നിട്ടുണ്ട്, ഇത് 46 തന്നിട്ടുണ്ട്. സോ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം അനുസരിച്ച് ഇത് ഈ സൈഡ് എന്തായിരിക്കും? ഇത് രണ്ടും സമ്മായിരിക്കുമല്ലോ. സോ അതെത്രയാണ്? 74 ഡിഗ്രിയാണ്. സോ ഇത് 74 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഇതെന്ന് പറയുന്ന സെന്റർ ആണ്, ഈ ഒരു ആംഗിൾ സെന്റർ ആണ്. സോ ഈ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 2 മൾട്ടിപ്ലൈഡ് വിത്ത് 74 ആയിരിക്കും അല്ലേ? അതായത് 148 ഡിഗ്രി ആയിരിക്കുമല്ലോ. നമുക്കറിയാം സെന്റർ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. സോ 148 ആയിരിക്കും. ഇനി ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 180യിൽ നിന്ന് 148 മൈനസ് ചെയ്യുമ്പോൾ 32 കിട്ടും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ആഡ് ചെയ്യുന്നത് 32 ആയിരിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വലി. കാരണം ഇത് രണ്ടും എന്താണ്? ഇത് ഈ സൈഡ് എന്ന് പറയുന്ന റേഡിയസ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സിനും ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ രണ്ടിന്റെയും എന്തായിരിക്കും? 32/2 എന്ന് പറയുന്നത് 16 ഡിഗ്രി ആയിരിക്കും ഓരോ ആംഗിളും. അതായത് ഇത് 60 ആണെന്നുണ്ടെങ്കിൽ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. സ്റ്റേഷൻ എയിൽ നിന്നും ബി എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പം ഒരു വ്യക്തി, ഒരു പാസഞ്ചർ എയിൽ നിന്നും ബിയിലോട്ട് എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം സ്റ്റോപ്പേജ് ഒന്നുമില്ല, ഒരു എക്കും ബിക്കും ഇടയിൽ സ്റ്റോപ്പേജ് ഒന്നുമില്ല. അപ്പം എത്ര സ്റ്റേഷൻസ് ഉണ്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? കൗണ്ട് ചെയ്യുന്നു. അത് റൂട്ട് പാസ് ആവുന്നതനുസരിച്ച്. അപ്പം എയും ബിയും തമ്മിലുള്ള രണ്ട് അടുത്തടുത്ത സ്റ്റേഷൻസ് തമ്മിലുള്ള ഒരു ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1800 ആണ്. ഓക്കെ, ഓരോ അടുത്തടുത്ത സ്റ്റേഷൻസ് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1800. അപ്പം ഈ ഒരു 90 മിനിറ്റിൽ എത്ര സ്റ്റേഷൻസ് അയാൾ കവർ ചെയ്തു?
ആ ട്രെയിനിന്റെ സ്പീഡ് 30 km/h ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ എത്ര സ്റ്റേഷൻസ് കവർ ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 30 km/h ആണ്. പക്ഷെ നമുക്ക് 1800 മീറ്റർ എന്നൊക്കെയാണ് നടക്കുന്നത്. സോ നമ്മൾ 13 എന്ത് ചെയ്യുന്നു, മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് എത്ര കിട്ടും? ഇതിപ്പം 3 ആണെങ്കിൽ 10, 3 ആണ് 6, 5, 25/3 മീറ്റർ/സെക്കൻഡ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ സ്പീഡ് കൺവേർട്ട് ചെയ്തു. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 90 മിനിറ്റ് ആണ്. അപ്പോൾ 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. എത്ര സെക്കൻഡാണ്? കാരണം നമുക്ക് മീറ്റർ/സെക്കൻഡിലാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ സ്പീഡ് കിടക്കുന്നത്. സോ അതിന് നമ്മളിത് കൺവേർട്ട് ചെയ്തു. സോ ഇത് 20 ആയി. സോ 1800 മൾട്ടിപ്ലൈഡ് വിത്ത് 25 എന്ത് വരും? കിലോമീറ്റർ. അപ്പോൾ ഇത്രയാണ് ഡിസ്റ്റൻസ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓരോ സ്റ്റേഷൻസും തമ്മിലുള്ള ദൂരം 1800 മീറ്റർ ആണ്. സോറി, കിലോമീറ്റർ അല്ല, മീറ്റർ ആണ്. സോ ഓരോ ഡിസ്റ്റൻസും തമ്മിലുള്ളത് 1800 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എത്ര സ്റ്റേഷൻസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ടോട്ടൽ എത്രയാണ്? 1800 മൾട്ടിപ്ലൈഡ് വിത്ത് 25 ഡിവൈഡ് ബൈ എത്രയായിരിക്കും? 90 ആയിരിക്കും. സോ ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 920 ആണ്. സോ ഈസ് ഈക്വൽ ടു 90 എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണല്ലോ, മാറിപ്പോയി. അതായത് 1800 മൾട്ടിപ്ലൈ വിത്ത് 25 എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേഷൻസും തമ്മിലുള്ള ഈ കോൺസിക്യൂട്ടീവ് സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1800 ആണ്. സോ നമുക്ക് എത്ര വരും? 25 സ്റ്റേഷൻസ് വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. യൂണിറ്റ് ഡിജിറ്റ് ആണ് 5213. അപ്പം നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. 3 + 6 9, 9 - 2 7, 7 - 5 2. സോ 2^204 വരും. സോ 2^4നെ മൾട്ടിപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുക. 2^4 എന്ന് പറയുന്നത് 16 അല്ലേ. സോ അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6^51 ആയിരിക്കും. സോ യൂണിറ്റ് ഡിജിറ്റ് 6 റേസ് ചെയ്ത് ഏത് നമ്പർ വന്നാലും എന്ത് തന്നെയാണ്? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ πr ആണ്. ക്വസ്റ്റ്യനിൽ പൈ അതുപോലെ തന്നെയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ പൈ എഴുതി, റേഡിയസ് നമുക്കറിയില്ല. സോ ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയതുകൊണ്ട് തന്നെ സ്ലാൻ ഹൈറ്റ് 10ഉം ഹൈറ്റ് 8ഉം ആണെങ്കിൽ റേഡിയസ് 6 ആയിരിക്കും. സോ 6 മൾട്ടിപ്ലൈഡ് വിത്ത് 10 ആയിരിക്കും. അതായത് 60 പൈ മീറ്റർ സ്ക്വയർ ആയിരിക്കും കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. ഋതുവിന്റെ മന്ത്ലി റെന്റ്. അപ്പം ഋതുവിന്റെ മന്ത്ലി റെന്റും അപർണയുടെ മന്ത്ലി റെന്റും തമ്മിലുള്ള റേഷ്യോ എന്ന് 75% മോർ ദാൻ അപർണ എന്ന് പറയുമ്പോൾ 3/4, അതായത് 7:4 ആയിരിക്കും റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ അപർണയുടെ റെന്റും മിനുവിന്റെ റെന്റും തമ്മിലുള്ള 20% ലെസ് ആണ്. അപ്പോൾ സോ എത്ര വരും? 4:5 വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിനുവിന്റെ റെന്റും അതുപോലെ ലീനയുടെ റെന്റും, മിനുവിന്റെ റെന്റും ലീനയുടെ റെന്റും എന്ന് പറയുമ്പോൾ 60%. അപ്പോൾ 6/10 അല്ലെ 3/5 വരും. 3/5 എന്ന് പറയുമ്പോൾ എത്ര വരും? 8:5. സോ 8:5 ആയിരിക്കും റേഷ്യോ എന്ന് പറയുന്നത്. നമ്മളോട് ലീനയുടെ പേ തന്നിട്ടുണ്ട്, മന്ത്ലി റെന്റ്. അങ്ങനെയെങ്കിൽ ഋതുവിനെ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഇതിനെ റേഷ്യോസിനെ എല്ലാം എന്ത് ചെയ്യണം? ഒരേ സ്റ്റെപ്പിലാക്കണം, ഒരുപോലെ ആക്കണം. ഇത് അതായത് ഇതെല്ലാം ഈക്വൽ ആക്കണം. കാരണം ഇവിടെ എന്താണ്? അതായത് അപർണയുടെ ഏജ് ഇവിടെ 4 റേഷ്യോ ആണ്, അതിവിടെ 4 തന്നെയാണ്. പക്ഷേ മിനുവിന്റെ ഏജ് കണ്ടു, ഒരു 5 8 ആണ്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലൈസ് ആക്കണം. അപ്പോൾ ഈക്വലൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഋതുവിന്റെ റേഷ്യോ ഈസ് ടു അപർണയുടെ റേഷ്യോ, മിനുവിന്റെ റേഷ്യോ, അതുപോലെ തന്നെയാണ്. അപ്പം അത് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ തമ്മിൽ മൾട്ടിപ്ലൈ 7 × 4 × 8 ആണ്. 7 × 4 അപ്പോൾ 28 മൾട്ടിപ്ലൈഡ് വിത്ത് 8. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 4 അങ്ങനെ വരും. അതായത് 16 × 8 വരും. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് വരും? ഈ 5 × 4 20, 20 × 8 അതായത് 160 വരും. ലാസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് സൈഡിലുള്ളത് അത് 100 വരും. സോ ഇത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഒരു എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? ഒരു 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 4 വെച്ച് ചെയ്യുമ്പോൾ ഇത് 56 വരും. 4 വരുമ്പോൾ 32 വരും, 40 വരും, 25 വരും. അപ്പോൾ ഇതാണ് നമുക്ക് റേഷ്യോ കിട്ടുക. പക്ഷെ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 25 എന്ന് പറയുന്നത് ലീനയുടെ ആ ഒരു റെന്റ് 1500 ആണ്. സോ 1500/25 കണ്ടുപിടിക്കേണ്ടത് ഋതുവിന്റെ 56 ആണ്. സോ ഇത് 5 300 ആയി, 5 ആയി, 60 ആയി. സോ ഇത് എത്ര വരും? 0.3360 എന്ന് പറയുന്ന റേറ്റ് ആയിരിക്കും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വാല്യൂ ഓഫ് എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ബി, അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വാല്യൂ ഓഫ് സി. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമ്മളൊരു കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. kb²/c. ഇനി തന്നിരിക്കുന്നു ബി 5 ആണെങ്കിൽ എയുടെ വാല്യൂ 100 ആണ്, ഇസ് ഈക്വൽ ടു കെ മൾട്ടിപ്ലൈഡ് വിത്ത് ബിയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ 25/സിയുടെ വാല്യൂ 20 ആണ്. ഇംപ്ലൈസ് കെ എന്ന് പറയുന്നത് എത്ര കിട്ടും? 80 കിട്ടും. സോ ഇതേ റേഷ്യോ വെച്ച് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എ തന്നിട്ടുണ്ട് 150 ഇസ് ഈക്വൽ ടു കെ 80 ആണ്. ബി സ്ക്വയർ നമുക്കറിയത്തില്ല, സി 160 ആണ്. സോ ഇത് എത്ര വരും? ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും. സോ ബി സ്ക്വയർ എന്ന് പറയുന്നത് 300 വരും. ബി എന്ന് പറയുന്നത് റൂട്ട് ആയിരിക്കും. സോ 10√3 ആയിരിക്കും.
ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നിഷു ഡിസൈഡ്സ് ടു സെൽ എ ഷർട്ട്, അതായത് 18% ഡിസ്കൗണ്ടിൽ നിഷു ഒരു ഷർട്ട് വിൽക്കുന്നു. ഫ്രണ്ട് റിസീവ് ചെയ്ത് 22% ഡിസ്കൗണ്ട്. അപ്പോൾ 18% ഡിസ്കൗണ്ട് ഒരാൾക്ക്, മറ്റേ ആൾക്ക് 22% ഡിസ്കൗണ്ട്. പക്ഷേ നിഷുവിന് എത്ര ലോസ് ആയി? 124. അതായത് 4% ഇവർ ഡിഫറൻസ് എന്ന് പറയുന്നത് 124 ആണ്. 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 31 ആയിരിക്കും. മാർക്ക്ഡ് പ്രൈസ് സാമാന്യം നമ്മൾ 100 എന്നാണ് എടുക്കുന്നത്. സോ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3100 റുപ്പീസ് ആയിരിക്കും ഓപ്ഷൻ എ, അതായത് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു ജേർണി ഒരു ഡിസ്റ്റൻസ് ഓഫ് d കിലോമീറ്റർ കവർ ചെയ്ത ഒരു കാർ 2t അവേഴ്സിലാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്പീഡ്, ഫസ്റ്റ് ജേർണി സെക്കൻഡ് ജേർണിയും തമ്മിലുള്ള ആ കാറിന്റെ സ്പീഡുകളുടെ റേഷ്യോ ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. സോ ആദ്യത്തെ ജേർണി എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് d/2t എന്ന് വരും, 2t. അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്തത് 1/4 ഓഫ് അപ്പോൾ d/4 ആണ്. d/4 അത് എത്ര കവർ ചെയ്യുന്നു? 3 × 6t എന്ന് പറഞ്ഞ് കവർ ചെയ്യുന്നു. സോ dd ക്യാൻസൽ ആയി, dt ക്യാൻസൽ ആയ 1/2 ഈസ് ടു 1/24 വരും. സോ 2ന്റെയും 24ന്റെയും LCM 24 ആണ്. സോ 12:1 വരും. ഏതായിരിക്കും ഓപ്ഷൻ? ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സീമ ഫ്ലൈസ് എ കൈറ്റ് ഓൺ 16 മീറ്റർ സ്ട്രിങ്, അതായത് ഒരു 16 മീറ്റർ സ്ട്രിങ്ങിലാണ് സീമ, അതായത് സ്ട്രിങ്ങിന്റെ നീളം 16 മീറ്റർ, ഇൻക്ലിനേഷൻ 60 ഡിഗ്രി ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് ഓഫ് ദ കൈറ്റ് എബോവ്, അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ എടുത്ത് √3 1 ആണ്, അതായത് 2 എന്ന് പറയുന്നതായിരിക്കും 60. സോ ഇതെന്ന് പറഞ്ഞാൽ √3 ആണല്ലോ. സോ √3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8√3 ആയിരിക്കും, അതായത് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ STU റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ അറ്റ് T. സോ ടിയിലാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇത് T ആണ്, ഇത് S കൊടുക്കുക, ഇത് U കൊടുക്കുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോട്ട് U, അതായത് ടാൻ U. കോട്ട് U എന്ന് പറഞ്ഞാൽ 12/5 ആണ്. അപ്പോൾ ടാൻ U എന്ന് പറഞ്ഞാൽ 5/12 ആണ്. സോ ഈ ട്രിപ്ലറ്റ് ഇത് വരുമ്പോൾ 3 വരും. സോ കോസ് യുവിന്റെ വാല്യൂ 12/13 പ്ലസ് സൈൻ U 5/13 പ്ലസ് കോസ് S 5/13. സോ എത്ര വരും? 22/13 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ജാവേദ് സോൾഡ് എ പെൻഡ്രൈവ് ടു അനു അറ്റ് 28% വിറ്റു. അനു അത് ടോഷിക്ക് 12.5% വിറ്റു. ടോഷി നിഷയ്ക്ക് വിറ്റു. അത് എടുത്ത് 1/3%. നിഷ പർച്ചേസ് ചെയ്തത് 1728 ആണ്. എങ്കിൽ ജാവേദ് പർച്ചേസ് ചെയ്ത റുപ്പീസ് ആണ് നമുക്കറിയേണ്ടത്. സോ ജാവേദിനെ നമുക്ക് ജാവേദ് എന്ന് തന്നെ എടുക്കാം. 28% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണെങ്കിൽ 7/25 വരും അല്ലേ? സോ അതെന്ന് പറയുന്നത് എത്രയാണ്? 32/25 വരും. നെക്സ്റ്റ് 12.5 1/8 ആണ്, അപ്പോൾ 9/8 വരും. 33 1/3 1/3 ആണ്, 4/3 എല്ലാം എന്താണ്? പ്രോഫിറ്റ് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. സോ 1728 വരും. സോ നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാൻ നോക്കാം. സോ ഇത് നമുക്ക് 4 2 ഇത് 3 മൾട്ടിപ്ലൈഡ് ആണ്. ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കുമല്ലോ. 6 ആണ്. 4 സോ 2 4. സോ ഇത് എത്ര വരും? 36 അതായത് ജാവേദ് എന്ന് പറയുന്നത് 36 × 25. ഇത് ചെയ്യാൻ നമ്മൾ എളുപ്പ വഴി നേരത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. 25നെ 100/4 എന്ന് എടുക്കാം, ഇസ് ഈക്വൽ ടു 900 റുപ്പീസ് ആയിരിക്കും. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ഡിഫറെന്റ് ബിവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് 2700 നമുക്ക് തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്നത് ആവറേജ് ആണ്. സോ പി എന്ന് പറയുന്നത് ആവറേജ് ആണ്. ടീ, കോഫി, ഫ്രൂട്ട് ജ്യൂസ് 20 30 ഫ്രൂട്ട് ജ്യൂസ് 42. അപ്പം 42% ഓഫ് 2700ന്റെ ബൈ 3, അതായത് 3 എന്ന് പറഞ്ഞാൽ ആവറേജ് ആണല്ലോ, ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. സോ 42 മൾട്ടിപ്ലൈ എടുത്ത് 27/3 ആയിരിക്കും പി. അതുപോലെ തന്നെ നമ്മൾ ക്യൂ എടുത്തു കഴിഞ്ഞാൽ ക്യൂ എന്ന് പറയുന്നത് ഐസ്ഡ് ഷേക്ക് T11, അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക് 19, കോൾഡ് കോഫി വരുമ്പോൾ 35. സോ 35% ഓഫ് 2700 ഡിവൈഡ് ബൈ 3 ആവറേജ് ആയതുകൊണ്ട്. സോ ഇതും എത്ര വരും? 35 മൾട്ടിപ്ലൈ ചെയ്ത് 27/3. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3Q മൈനസ് 2P കണ്ടുപിടിക്കാനാണ്. സോ 3Q എന്ന് പറയുന്നത് 3. അപ്പം 35 × 27 മൈനസ് 2 × P. സോ 2 × 42 × 27/3 എന്ന് എടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 35 മൾട്ടിപ്ലൈ വിത്ത് 27 ഇവിടെ ആണെങ്കിൽ 2 × 42 × 9 വരും. സോ 35 × 27 ഇവിടെ ഒരു 27 ആക്കാൻ പറ്റുമോ? 3 കൊടുത്തു കഴിഞ്ഞാൽ 27. അപ്പോൾ 27 × 2 14 40 ഇവിടെ
സോറി, അങ്ങനെ തന്നെ ഒന്ന് എഴുതി നോക്കാം, കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി. അപ്പം നമുക്കിത് 3 ഇൻറ്റു 14 എഴുതാമല്ലോ, ഇൻറ്റു 9. സോ 35 ഇൻറ്റു 27 മൈനസ് 27. സോ 27 ഇൻറ്റു 28 വരും. സോ നമുക്ക് എത്ര കിട്ടും? ആൻസർ എന്ന് പറഞ്ഞാൽ 27 കോമൺ എടുത്തു കഴിഞ്ഞാൽ 28 7 9 4 189. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ നമ്പർ ഓഫ് മെൻ ക്യാൻ വർക്ക് സച്ച് ബി നമ്പർ ഓഫ്, അപ്പോൾ എ മെൻ ഡബ്ല്യു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, അതുപോലെ ബി വുമൺ ആണെങ്കിലും ഡബ്ല്യു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഈക്വൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ വർക്ക് 1 man ആൻഡ് 1 woman. അപ്പോൾ 1 man ആണ് 1/a മൾട്ടിപ്ലൈഡ് വിത്ത് ഡബ്ല്യു, അതുപോലെ വുമൺ ആണ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ഡബ്ല്യു. സോ ഇത് എത്ര വരും? 1/a is to 1/b എന്ന് വരും. നമ്മൾ LCM എടുത്തു കഴിഞ്ഞാൽ b is to a എന്ന് വരും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ആവറേജ് ഓഫ് എ ആൻഡ് ബി. സോ എയും ബിയുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 86 വരും. അതുപോലെ ബിയും സിയുടെ ആണെങ്കിൽ 82 വരും. എയും സിയും ആണെങ്കിൽ 19 വരും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 2 മൾട്ടിപ്ലൈഡ് വിത്ത് എ ബി സി എന്ന് പറഞ്ഞാൽ എത്ര വരും? 168 258 വരും. സോ എ ബി സി എന്ന് പറയുന്നത് 129 വരും. 129 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ എയുടെ ഏജും ബിയുടെ ഏജും നമുക്ക് വേണം. സോ നമുക്ക് സിയുടെ ഏജ് വേണ്ട. സോ നമ്മൾ അത് വെറുതെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ എയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 129 മൈനസ് 82 ആയിരിക്കും, ദാറ്റ് ഈസ് 747 ആയിരിക്കും. അതുപോലെ തന്നെ ബിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 129 മൈനസ് 90 ആയിരിക്കും, ദാറ്റ് ഈസ് 39 ആയിരിക്കും. സോ എയുടെ ബിയുടെ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 years ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഗിവൺ ഫിഗർ ആണ്, പി എ പി ബി ടാൻജൻസ് ആണ്. ആംഗിൾ എ പി ബി 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ എ എസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ എസ് ബി, ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ആംഗിൾ 30 ആണ്. ഇത് നമുക്കറിയാം ഓ സെന്റർ ആണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് 150 ആയിരിക്കും. സോ ഈ ആംഗിൾ എ എസ് ബി എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആണ്, ദാറ്റ് ഈസ് 75 ഡിഗ്രി ആണ്. സോറി, ആംഗിൾ എ എസ് ബി എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 ഡിഗ്രിയാണ്. ഓപ്ഷൻ ഏതായിരിക്കും? സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സ്ക്വയർ വാല്യൂസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാല്യൂ 0 ആയിരിക്കും. ഇപ്പോൾ അഡീഷൻ്റെ കേസിൽ എല്ലാ വാല്യൂസും 0 ആയാൽ മാത്രമേ അല്ലേ 0 ആവത്തുള്ളൂ, അല്ലേ? 2 + 0 എന്ന് പറയുന്നത് 0 അല്ല ഒരിക്കലും, അത് 2 ആണ്. പക്ഷെ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വാല്യൂ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആവും. പക്ഷെ അഡീഷൻ്റെ കേസിൽ ഒരു തവണ 0 വന്നു, 2 + 0 + 3 + 0 എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിന് വാല്യൂ ഉണ്ട്, 0 അല്ല ആൻസർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യും? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ 4a - 5 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ a എന്ന് പറയുന്നത് 5/4 വരും. അതുപോലെ തന്നെ 3b - 2 = 0 ആണെങ്കിൽ b എന്ന് പറയുന്നത് 2/3 വരും. 5c - 3 = 0 ആണെങ്കിൽ c എന്ന് പറയുന്നത് 3/5 വരും. സോ നമുക്ക് വാല്യൂസ് കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ എ ബി സി ആണ്. സോ 5/4 മൾട്ടിപ്ലൈഡ് വിത്ത് 2/3 മൾട്ടിപ്ലൈഡ് വിത്ത് 3/5 ന്റെ സ്ക്വയർ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാം. സോ എത്ര വരും? 25/100 വരും. സോ അതായത് 1/4 മൾട്ടിപ്ലൈഡ് വിത്ത് 4 ഈസ് ഈക്വൽ ടു ഏത് വരും? 1 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 2p - 600 rupees ആണ്. 20% per annum compounded annually for 2 years. Amount here 3p - 1080 ആണ്. What is the value of p? So 2p - 600 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. സോ അതിൻ്റെ റേറ്റ് 1/5 ആണ്. സോ നമുക്ക് 6/5 ആണല്ലോ എമൗണ്ട് റേറ്റ് വരും. 6/5 is equal to 2 വർഷത്തേക്കാണ്. 3p - 1080. സോ ഇതിൽ നമ്മൾ 2 ഒരു കോമൺ എടുത്തു കഴിഞ്ഞാൽ multiplied with 36/25 is equal to 3 കോമൺ എടുത്താൽ p മൈനസ് ഇങ്ങനെ വരും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? 12 ക്യാൻസൽ ചെയ്യാം. 12 ക്യാൻസൽ ചെയ്തു. സോ 24p മൈനസ് 7,200 is equal to 25p മൈനസ് 25 multiplied with 360 വരും. ഓക്കെ. സോ p എന്ന് പറയുന്നത് -7,200 പ്ലസ് 25 മൾട്ടിപ്ലൈഡ് വിത്ത് 360 ആണ്. -7,200 പ്ലസ്, അപ്പോൾ 25 × 360 എളുപ്പത്തിൽ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു. 25 × 360 അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്
മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഈസി. അതായത് 360 25നെ നമുക്ക് 100/4 എന്ന് എടുക്കാം. സോ നമുക്ക് ഡയറക്റ്റ്ലി 9000 എന്ന് കിട്ടുമല്ലോ മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ ഇത് എത്ര 9000 വരും. സോ ഇത് എത്രയാണ് 1800 ആയിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു ലാസ്റ്റ് വീക്കിലെ ഒലി ബോർഡിന്റെ ലൈവ് എക്സാമിലെ മാത്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.